ക്രിസ്തീയ വീക്ഷണത്തിൽ ശിഷ്യത്വം എന്ന വാക്കിൻ്റെ അർത്ഥം യേശുവിനെ പിന്തുടരുകയും യേശുവിൽ നിന്ന് പഠിക്കുകയും യേശുവിനെ പോലെ ആകുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജീവിത അനുഭവമാണ്. യേശുവിനെ പിന്തുടരുക എന്നതിനർത്ഥം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ജീവിതത്തിൽ അംഗീകരിക്കുക എന്നുള്ളതാണ്. യേശുവിൽ നിന്ന് പഠിക്കുക എന്നാൽ യേശുവിൻ്റെ വചനങ്ങളെ മനസ്സിലാക്കുകയും യേശുവിൻ്റെ ജീവിത മാതൃക ഉൾക്കൊള്ളുകയും നിത്യജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ്. യേശുവിനെ പോലെ ആകുക എന്നാൽ ദൈവിക സ്വഭാവം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുകയും ദൈവഹിതത്തിനനുസരണമായി സമർപ്പണത്തോടു കൂടി ജീവിക്കുന്ന അനുഭവമാണ്. എന്നാൽ ക്രിസ്തീയ ശിഷ്യത്വം ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം കൊണ്ട് മാത്രം പൂർണ്ണമാക്കപ്പെടുന്നില്ല. മറ്റുള്ളവരെയും കൂടി ശിഷ്യത്വത്തിലേക്ക് നയിക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യമായി തീരുന്നത്. ഇത് മറ്റ് സഹവിശ്വാസികളുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുന്നു. ക്രിസ്തീയ ശിഷ്യത്വം വ്യക്തികളുടെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ, ബന്ധങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നു. യഥാർത്ഥ ശിഷ്യത്വം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തനിയെ ഉണ്ടാകുന്ന ഒന്നല്ല. അത് ബോധപൂർവമായ ഒരു ആഗ്രഹവും പരിശ്രമവും അതിനാവശ്യമാണ്. ദൈവവചനം പഠിക്കുവാനും അതിൽ വളരുവാനും ദൈവിക ദൗത്യം നിർവഹിക്കുവാനും ക്രിസ്തീയ ശിഷ്യർക്ക് കഴിയേണ്ടതാണ്. കൂടാതെ ജീവിതകാലം മുഴുവനും ആത്മീയ രൂപാന്തരത്തിലേക്ക് നയിക്കുകയും ദൈവിക ദൗത്യത്തിൽ പങ്കാളികളാകുവാൻ സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ക്രിസ്തീയ ശിഷ്യത്വത്തെക്കുറിച്ചും അനേകരെ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് നയിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചും ലഭിച്ചിരിക്കുന്ന വേദഭാഗങ്ങളെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ശിഷ്യരാക്കുക എന്നത് ദൈവിക നിയോഗമാണ്. ശിഷ്യരാക്കുക എന്നുള്ളത് ദൈവിക നിയോഗമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ എലിയ പ്രവാചകൻ എലീശയെ ശിഷ്യത്വത്തിലേക്കും പ്രവാചക ദൗത്യത്തിലേക്കും നയിക്കുന്ന മനോഹരമായ സംഭവമാണ് വിവരിച്ചിരിക്കുന്നത്. ഏലിയാവ് ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകനായിരുന്നു. ഏലിയാവിലൂടെ അനേക ശ്രേഷ്ഠ ദൗത്യങ്ങൾ ദൈവം നിർവഹിക്കുന്നു. ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബിന് അവൻ്റെ തെറ്റായ പ്രവൃത്തികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ദേശത്ത് 3 വർഷക്കാലം മഴ പെയ്യാതിരിക്കുകയും ചെയ്തു. കൂടാതെ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് നടത്തപ്പെട്ട ഒരു യാഗാർപ്പണ ശുശ്രൂഷയിലൂടെ താൻ ആരാധിക്കുകയും തന്നിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്നും ഏലിയാവ് തെളിയിച്ചു. എന്നാൽ ആഹാബ് രാജാവിനെ പേടിച്ച് ഏലിയാവിന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ദൈവം സൗമ്യമായ ശബ്ദത്തിൽ ഏലിയാവിനോട് സംസാരിക്കുകയും ചില നിർദ്ദേശങ്ങൾ അവന് നൽകുകയും ചെയ്യുന്നു. അതിലൊന്നാണ് ഏലിയാവിൻ്റെ പിൻഗാമിയായി എലീശയെ അഭിഷേകം ചെയ്യുക എന്നുള്ളത്. ഏലിയാവ് എലീശയെ കണ്ടെത്തുകയും അവൻ്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് എലീശയുടെ മേൽ ഇടുകയും ചെയ്യുന്നു. എലീശ ഒരു കൃഷിക്കാരനായിരുന്നു. തൻ്റെ ഏർകാളയെ ഉപയോഗിച്ച് നിലം ഉഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് ഏലിയാവ് എലീശയെ കണ്ടെത്തുന്നത്. എന്നാൽ ഏലിയാവിൻ്റെ ക്ഷണം ലഭിച്ച ഉടനെ തന്നെ അവൻ തൻ്റെ കൃഷി എന്ന തൊഴിൽ ഉപേക്ഷിച്ച് ഏലിയാവിനെ പിന്തുടരുകയും അവനെ ശിഷ്യനായി തീരുകയും ചെയ്യുന്നു. ശിഷ്യത്വം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എത്ര ശ്രേഷ്ഠരായ വ്യക്തികൾക്കും ഈ ഭൂമിയിൽ ഒരു ജീവിത കാലഘട്ടമുണ്ട്. അവരുടെ കാലശേഷവും ദൈവിക ദൗത്യം തുടരേണ്ടതും നിർവഹിക്കപ്പെടേണ്ടതുമാണ്. അതിനായി വ്യക്തികളെ കണ്ടെത്തേണ്ടതും നിയോഗിക്കേണ്ടതും വളരെ പ്രധാനമാണ്. ഇവിടെ എലീശയെ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്. ഏലിയാവ് ഇവിടെ ദൈവകൽപ്പന അനുസരിച്ച് എലീശയെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവിക ദൗത്യത്തിനായി വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ് എന്ന ബോധ്യം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് തടയിടാൻ ആർക്കും കഴിയുന്നതല്ല. അതുകൊണ്ട് ശിഷ്യത്വം എന്നത് ദൈവികമാണ്. അതിലേക്ക് വ്യക്തികളെ ദൈവികത പ്രകാരം നയിക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമതായി, ക്രിസ്തീയ ശിഷ്യത്വം ദൈവിക ദൗത്യത്തിലെ കൂട്ടുത്തരവാദിത്തമാണ്. ക്രിസ്തീയ ശിഷ്യത്വം ദൈവിക ദൗത്യത്തിലെ കൂട്ടുത്തരവാദിത്തമാണ്. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് റോമയിലെ സഭാവിശ്വാസികൾക്ക് തൻ്റെ കൂട്ടുവേലക്കാരായ വ്യക്തികളെ പരിചയപ്പെടുത്തുന്നു. റോമർക്കെഴുതിയ ലേഖനം ഏകദേശം AD 55-നും 57-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ സമയത്ത് പൗലോസിന് ഏകദേശം 60 വയസ്സായിരുന്നു എന്ന് കരുതപ്പെടുന്നു. വാർദ്ധക്യ ദശയിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിലും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അവിടെ ദൈവവചനം പ്രഘോഷിക്കുവാനും സഭകൾ സ്ഥാപിക്കുവാനും പൗലോസ് അക്ഷീണം പ്രവർത്തിക്കുന്നു.
റോം സന്ദർശിക്കണമെന്നത് പൗലോസിന്റെ ആഗ്രഹമായിരുന്നു. എന്നാൽ റോമിലെ സഭ ആരാണ് സ്ഥാപിച്ചതെന്ന് വ്യക്തമല്ല. കൂടാതെ റോമിൽ ഒന്നിലധികം സഭാ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നതായി നാം കാണുന്നു. അതിൽ ചിലത് ഭവനങ്ങളിൽ കൂടി വന്നിരുന്ന കൂട്ടായ്മകളായിരുന്നു. റോമർ 16-ാം അധ്യായം 5-ാം വാക്യത്തിൽ അക്വിലാവിൻ്റെയും പ്രിസ്കില്ലായുടെയും വീട്ടിൽ കൂടി വന്നിരുന്ന സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒരു സഭാപിതാവായിരുന്ന ഐറിയേനിയസിന്റെ അഭിപ്രായ പ്രകാരം റോമിലെ സഭ പത്രോസും പൗലോസും ചേർന്നാണ് സ്ഥാപിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും പല ആധുനിക വേദശാസ്ത്ര പണ്ഡിതന്മാരും ഇത് നിഷേധിക്കുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സഭ എന്നതും ദൈവിക ദൗത്യം എന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നതാണ്. ദൈവിക ദൗത്യങ്ങൾ ദൈവിക ശുശ്രൂഷയുടെ ഭാഗമാണ്. അതിനായി ദൈവം വ്യക്തികളെ നിയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് വ്യക്തികളെ അംഗീകരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് കഴിയണം. റോമ പ്രദേശങ്ങളിൽ ദൈവിക ശുശ്രൂഷ നിർവഹിച്ച അനേക വ്യക്തികളെ വന്ദനം ചെയ്യുവാൻ പൗലോസ് റോമയിലെ സഭാവിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. വന്ദനം ചെയ്യുക എന്നാൽ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദൈവിക ശുശ്രൂഷ നിർവഹിച്ചവരിൽ അനേക സ്ത്രീകളും ഉണ്ടായിരുന്നു. ദൈവിക ശുശ്രൂഷയിൽ സ്ത്രീ പുരുഷൻ എന്ന വേർതിരിവില്ല. എല്ലാവർക്കും ഒരേ സ്ഥാനമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആധുനിക സമൂഹത്തിൽ സ്ത്രീകളുടെ ശുശ്രൂഷകൾക്ക് അർഹമായ അംഗീകാരം ഇനിയും നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്ത്രീകളുടെ ശുശ്രൂഷ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്രകാരം വിവേചനങ്ങൾക്കും വേർതിരിവുകൾക്കും അതീതമായി വ്യക്തികളെ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. മൂന്നാമത്തെ ചിന്ത, ക്രിസ്തീയ ശിഷ്യത്വം അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന അനുഭവമാണ്. ക്രിസ്തീയ ശിഷ്യത്വം അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന അനുഭവമാണ്. യോഹന്നാൻ 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ നയിക്കുന്ന യോഹന്നാൻ സ്നാപകനെ നാം കാണുന്നു. യോഹന്നാൻ സ്നാപകനാണ് യേശുവിനെ സ്നാനം കഴിപ്പിച്ചതെങ്കിലും അതൊരു നിയോഗമായിട്ടാണ് യോഹന്നാൻ വിവരിക്കുന്നത്. കൂടാതെ യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നതിനെന്നും ദൈവത്തിൻ്റെ കുഞ്ഞാടും എന്നുമൊക്കെയാണ് യോഹന്നാൻ വിശേഷിപ്പിക്കുന്നത്. ഇത് അനേകർ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ കാരണമായി. യോഹന്നാൻ സ്നാപകന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരു വ്യക്തിയായിരുന്നു അന്ത്രയോസ്. തൻ്റെ ഗുരുവിൻ്റെ വാക്ക് കേട്ട് അന്ത്രയോസ് യേശുവിനെ അനുഗമിക്കുന്നു. അന്ത്രയോസും മറ്റൊരു ശിഷ്യനും തന്നെ അനുഗമിക്കുന്നത് കണ്ട് യേശു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് അവരോട് ചോദിച്ചു. അവർ യേശു പാർക്കുന്ന സ്ഥലം അന്വേഷിക്കുന്നു. യേശുവിൻ്റെ കൂടെ അവർ പാർക്കുകയും തുടർന്ന് യേശുവിൻ്റെ ശിഷ്യത്വം അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഒരു വലിയ തിരിച്ചറിവിലേക്ക് ഇത് അവരെ നയിക്കുന്നു. യേശു ക്രിസ്തു അഥവാ മശിഹയാണ് എന്നവർ തിരിച്ചറിയുക മാത്രമല്ല, അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം അന്ത്രയോസിൻ്റെ സാക്ഷ്യമാണ് അന്ത്രയോസിൻ്റെ സഹോദരനായിരുന്ന ശീമോനെ യേശുവിലേക്ക് നയിച്ചത്. അന്ത്രയോസ് ശീമോനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. യേശു ശീമോന് കേഫ എന്ന പേര് നൽകുന്നു. ഇത് അരാമ്യ ഭാഷയിലുള്ള ഒരു പേരാണ്. ഇതിൻ്റെ ഗ്രീക്ക് വിവർത്തനമാണ് പത്രോസ്. ഗ്രീക്ക് ഭാഷയിൽ പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറ എന്നുള്ളതാണ്. ക്രിസ്തീയ ശിഷ്യത്വത്തിന് ഉറപ്പും ധൈര്യവും ആവശ്യമാണ് എന്ന് ഈ പേര് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വ്യക്തികളെ നയിക്കുന്ന പ്രവൃത്തിയാണ് യോഹന്നാൻ സ്നാപകനും അന്ത്രയോസും നിർവഹിക്കുന്നത്. സ്വന്തം ശിഷ്യന്മാരെ പോലും യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്ന യോഹന്നാൻ സ്നാപകനെ നാം കാണുന്നു. ഇതിന് കാരണം യേശുവിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും സ്നാന ശുശ്രൂഷയിലൂടെ യോഹന്നാൻ സ്നാപകൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അന്ത്രയോസ് യേശുവിനെ അടുത്തറിയുന്നതിലൂടെ യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയുകയും തൻ്റെ സ്വന്തം സഹോദരനെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ശിഷ്യത്വം എന്നത് യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വ്യക്തികളെ നയിക്കുക എന്നുള്ളതാണ്. ഇതൊരു പ്രധാനപ്പെട്ട ക്രിസ്തീയ ദൗത്യമാണ്. അതിന് യേശുവിനെ ആഴത്തിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അനുഭവിച്ചറിയുവാനും നമുക്ക് കഴിയണം. ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് വ്യക്തികളെ നയിക്കുക എന്നത് യേശുവിൻ്റെ കൽപ്പന കൂടിയാണ്. മത്തായി 28-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ യേശു ഇപ്രകാരം പറഞ്ഞു: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. ഇപ്രകാരം ക്രിസ്തീയ ശിഷ്യത്വം എന്നത് ഒരു ദൈവനിയോഗവും
കൂട്ടുത്തരവാദിത്വവും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. യേശുവിനെ ആഴത്തിൽ ഉൾക്കൊള്ളുവാനും അനേകരെ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് നയിക്കുവാനും നമുക്ക് സാധ്യമാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.